എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു നല്ലൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്നുമല്ല, നമുക്ക് താളം കലാ സാംസ്കാരിക സമിതി നമ്മുടെ മുതലക്കുടം തൊടുപുഴയിലുള്ളൊരു സമിതിയാണ്. അവരെ പറ്റിയൊന്ന് രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സമിതിയായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കാരണം. മറ്റൊന്നുമല്ല, അവർക്ക് യാതൊരു പബ്ലിസിറ്റിയും ഇല്ല. ഞാൻ ഈ അടുത്തിടെ ഒരു ന്യൂസിലൂടെയാണ് ഇവരുടെ ഈ വിവരങ്ങളെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ വളരെ കുറച്ച് മെമ്പേഴ്സുമായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സമിതിയാണ്. യാതൊരുവിധ പബ്ലിസിറ്റിയും ഇല്ല. അവർ ചെയ്യുന്ന പ്രവർത്തനം വെറും ഒരു കലയെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, വളരെ നല്ലൊരു സംസ്കാരം, അതുപോലെ നല്ലൊരു ശാസ്ത്രീയ അറിവ് പൊതുസമൂഹത്തിലും കുട്ടികളുടെ ഇടയിലും മുതിർന്നവരുടെ ഇടയിലും നല്ലൊരു കൂട്ടായ്മ, നല്ലൊരു സ്നേഹവും നല്ലൊരു ഐക്യവും നിലനിർത്തുന്ന ഒരു സമിതിയായിട്ട് പ്രവർത്തിക്കുകയാണ്. അതിനകത്ത് അവർ ചെയ്യുന്ന ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ സമിതിയിലെ എല്ലാ അംഗങ്ങളും ആഴ്ചയിൽ ഒരു ദിവസം ചായക്കാശ് കൂട്ടി വെച്ചുകൊണ്ട്, അതായത് അവരുടെ സ്വന്തം ആഹാരം കഴിക്കുന്ന ആ പൈസ കൂട്ടി വെച്ചുകൊണ്ട്, അത് സ്വരൂപിച്ചുകൊണ്ട് ആ സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക്, എന്നാൽ അതൊരു സഹായമായിട്ടല്ല, ഒരു സമ്മാനമായിട്ടാണ്. അതാണ് അവർ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു മേന്മ എന്ന് പറയുന്നത്. സഹായിക്കുക എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു ചിന്താഗതി അല്ല, വേറൊരു വേർതിരിവ് അവിടെ വരുന്നുണ്ട്. അതിന് പകരം സമ്മാനമായിട്ടാണ് അവരത് നൽകുന്നത്. അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിൽ പോലും കൂടെ നല്ല വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഓണം അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഒരു സമ്മാനം പോലെ അവർക്ക് മുതിർന്നവർക്ക് നൽകുന്നു. അതൊക്കെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇവർ യാതൊരുവിധ പബ്ലിസിറ്റിയും കൊടുക്കുന്നില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ നല്ല രീതിയിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയപരമായ രീതിയിലുള്ള വിത്തുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുവാനും അത്തരം കാര്യങ്ങൾക്കുള്ള നല്ല പ്രോത്സാഹനങ്ങൾ നൽകുന്നു. അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഏറ്റവും നല്ല നന്മയും നല്ല സ്നേഹവും നല്ല ഐക്യവും നിലനിർത്തുവാനായിട്ട് ഈ സമിതി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതിനെ പ്രത്യേകം അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എൻ്റെ പേര് NC സിറിയക്ക് എന്നാണ്. ഞാൻ ഈ എറണാകുളത്തു നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിത് ചെയ്യാൻ കാരണം തന്നെ, ഈ കഴിഞ്ഞ ദിവസം ന്യൂസിനകത്ത് ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ ഒന്ന് പ്രത്യേകിച്ച് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ പല സമിതികളും രൂപം കൊള്ളുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവരെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് തൊടുപുഴ പോലും എവിടെയും ഒരു പബ്ലിസിറ്റി ഇല്ല. എന്തായാലും അവരെ, അതിൻ്റെ ഭാരവാഹികളെയും അതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതിനകത്ത് തോമസ് വീറ്റി, അതുപോലെ ബിജു സെബാസ്റ്റ്യൻ, നസീം, അതുപോലെ ബിജു കുട്ടൻ, അങ്ങനെയൊക്കെയുള്ള കുറേ ആളുകളാണ് അതിൻ്റെ നേതൃത്വ നിരയിൽ ഉള്ളതെന്ന് അറിയാൻ കഴിഞ്ഞു. ആരൊക്കെയാണെങ്കിൽ പോലും കൂടെ ഈ നല്ല ഉദ്ദേശത്തിൽ ആ പ്രസ്ഥാനം നിലനിന്ന് പോകണം. മറ്റുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഇതൊരു മാതൃകയായിരിക്കണം. എല്ലാവിധ അഭിനന്ദനങ്ങളും വിജയാശംസകളും നേരുന്നു. നന്ദി.